ഹലോ നമസ്കാരം, ആർടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൻ്റെ കുറേ ഘട്ടങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്. പരമാവധി ആൾക്കാർക്കുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ പരമാവധി സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യമാവുന്ന രീതിയിൽ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുടർന്നും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ തരാൻ ശ്രമിക്കുന്നതാണെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയട്ടെ. നമുക്ക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലിസ്റ്റിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ജൂൺ 9 ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. ജൂൺ 9 അത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്, നമ്മുടെ ലിസ്റ്റിൽ നിന്നല്ല, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടില്ല. മെയ് 30 റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് അത് അഡ്വൈസ് പോയിരിക്കുന്നത്. പലപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, എന്നോട് പലരും പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെ ആ വേക്കൻസിയും കൂടി പുതിയ ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്വൈസ് വരിക എന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നാണ് മെയ് 30 റിപ്പോർട്ട് ചെയ്ത്. അതിൻ്റെ പ്രോസസ്സെല്ലാം വന്ന് തുടങ്ങിയതിന് ശേഷമാണ് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനത് പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കണം. ലിസ്റ്റിൻ്റെ അവസാന ദിവസം വരെയുള്ള വേക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണം. അതിലേക്ക് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ ജോലിയിലേക്ക് എത്താൻ കഴിയണം. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ വേക്കൻസി കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഏതാണ്ട് എത്രയോ 13 വേക്കൻസിയോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അഡ്വൈസ് ആയിട്ടുണ്ട്. ജൂൺ 9 13 വേക്കൻസി അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അഡ്വൈസ് 519 നിന്ന് മാറും. ഞാൻ മുമ്പ് പറഞ്ഞ 519 അല്ല, അതിൽ കൂടുതൽ അഡ്വൈസ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു ലിസ്റ്റിൽ നിന്ന് അവസാന ദിവസത്തെ വേക്കൻസി വരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയണം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്ക് കുറച്ച് ജില്ലകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നു. മുൻ ജില്ലകൾ, കുറേ ജില്ലകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നു. മറ്റ് കുറച്ച് ജില്ലകളുടെ ഡീറ്റെയിൽസ് കൂടി കഴിഞ്ഞ 2 ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റ് സാധ്യതകൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോ മുതൽ ഓരോ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റുകൾ വിശദമായി അനലൈസ് ചെയ്യും. ഓരോ കാറ്റഗറിയും എത്ര എണ്ണമുണ്ട്, എങ്ങനെയായിരിക്കും സാധ്യതകൾ എന്നാണ് ഞാൻ ഓരോരുത്തർക്ക് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് തുടരുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ഈ ഡാറ്റ ആവശ്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, വയനാട് തുടങ്ങിയ ജില്ലകൾ. ഇത്രയും ജില്ലകളാണ് ഞാൻ പറയാൻ ബാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്താം. അതിനു മുമ്പ് ആദ്യം നമ്മൾ പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ നിയമന നില എത്രയായിരുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നാണ് കുറച്ച് താരതമ്യേന കുറഞ്ഞ അഡ്വൈസ് വന്നിരിക്കുന്നത് പറയും. അതായത് 31/5/2022 കഴിഞ്ഞ മെയ് മാസം അവസാനിച്ചൊരു ലിസ്റ്റ്, അതുപോലെ അതിന് മുമ്പ് അവസാനിച്ചൊരു ലിസ്റ്റ്. ഈ 2 ലിസ്റ്റുകളുടെ നിയമന നിലയാണ് ഈ ഇതിലൂടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് ഒരു 6 വർഷത്തെ കാലയളവിലെ, ഏതാണ്ട് ഒരു 6 വർഷത്തെ കാലയളവിലെ നിയമന നില ഇതിലൂടെ അറിയാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്ക് അടുത്തത് എങ്ങനെയായിരിക്കും, ഏതാണ്ട് ഒരു അസസ്മെൻറ്റിലേക്ക് എത്താം. പുതിയ ഒരുപാട് സാധ്യതകളുണ്ട്. റിട്ടയർമെൻ്റ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, വേക്കൻസി റിപ്പോർട്ടിംഗ് ഉണ്ട്, എൻജോയ്ഡ് റിപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നടന്നതിന് ചിലപ്പോൾ ഇതിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാം. പക്ഷേ ഒരു സാധ്യതകളാണ് ഇതിൽ കൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുൻ വീഡിയോ കണ്ടവർക്കറിയാം, മുൻ വീഡിയോകൾ മറ്റ് ജില്ലകളുടെ പല ഡീറ്റെയിൽസും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ അതുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 112 അഡ്വൈസാണ് പോയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ സാധ്യതകൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു 100 റാങ്കിന്, ആദ്യത്തെ 100 റാങ്കിനുള്ളത് എത്ര എനിക്ക് ജോലി കിട്ടുമെന്ന് പറയാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് പറയാൻ പറ്റാത്തൊരു സാധ്യത വന്നത് കഴിഞ്ഞ ലിസ്റ്റിന് മുതലാണ്. കണ്ണൂരായാലും വയനാടായാലും ഇടുക്കിയായാലും ഓപ്പൺ കോമ്പറ്റീഷൻ 100 വരെ എത്തിയില്ല എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാധ്യതകൾ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ സാധ്യതകളായിരിക്കില്ല പലപ്പോഴും പറയുന്നത് എന്ന് മാത്രം ഓർക്കുക. കാരണം നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. കാരണം ബാക്കിയുള്ളവർക്ക് പഠിക്കാനും കൂടിയുള്ള ഒരവസരമാണ്. എനിക്ക് എത്രത്തോളം കിട്ടും എന്നുള്ള സാധ്യതകൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇതിലൂടെയുള്ളൂ. അല്ലാതെ എല്ലാവരെയും പ്രതീക്ഷകൾ നൽകുക എന്നുള്ളതല്ല ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടി പറയട്ടെ. ഇടുക്കിയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 89ാം റാങ്ക് വരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളൂ. ടോട്ടൽ അഡ്വൈസ് 112 ആയിരുന്നു. ഈഴവ 101, SC 279, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം 99, LC ഫോർ ആംഗ്ലോ ഇന്ത്യൻ 132, OBC 90, വിശ്വകർമ്മ 106, SC നാടാർ 64, അതും വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷൻ 89 വരെ പോയിട്ടുണ്ട്. ഹിന്ദു നാടാർ 63, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ 88, ധീവര 126. ഇങ്ങനെയാണ് നിയമന നില വന്നിരിക്കുന്നത്. അറിയാലോ, ലാസ്റ്റ് അഡ്വൈസ് മെയ് 8 പോയിട്ടുണ്ട്. അതായത് മെയ് 5 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള വേക്കൻസികൾ എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. റിപ്പോർട്ട് ചെയ്ത് പ്രോസസ്സിംഗ് നടന്നിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ പോലെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതിൽ കഴിഞ്ഞ ലിസ്റ്റിലെ ഫസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത് ജൂൺ
27-നാണ്, അതായത് മെയ് 31-ന് ലിസ്റ്റ് വന്ന് ജൂൺ 27-ന് തന്നെ അന്ന് ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് നടത്തും. അന്ന് 12 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ ജൂൺ മാസം ആയി 14 ഇനി വരികയാണ്. കഴിഞ്ഞ അതേ ലെവലിൽ തുടരാൻ ജൂൺ അവസാനത്തോടെ വരേണ്ടതാണ്. എത്രത്തോളം അറിയില്ല. അന്ന് അതിന് ജനുവരിയിലായിരുന്നു അന്ന് ലാസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത്. പിന്നെ അത്രയും കാലത്തെ നിയമന നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മെയ് 8 വരെയുള്ള മെയ് 5 വരെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്ത് മെയ് 8-ന് ലാസ്റ്റ് അഡ്വൈസ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ കേസ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ കഴിഞ്ഞ ലിസ്റ്റിനാണ് 112 അഡ്വൈസ് പോയത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 225 അഡ്വൈസ് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 225 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് ഓപ്പൺ കോമ്പറ്റീഷൻ 193, ഈഴവ 214, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, മുസ്ലിം 201, LC or Anglo Indian 198, OBC 229, വിശ്വകർമ്മ 212 212, SIC നാടാർ 151, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര 260. ഈ റേഞ്ചിലേക്ക് അന്ന് പോയിട്ടുണ്ട്. അത് 225 അഡ്വൈസ് പോയത് ഇപ്രാവശ്യം 112, നേർ പകുതിയെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അടുത്ത ലിസ്റ്റിൽ ചിലപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് കുറച്ചും കൂടി വരാനുള്ള സാധ്യത വരുമെന്ന് വിചാരിക്കുന്നു. ഇടുക്കിയുടെ കേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി റാങ്ക് ലിസ്റ്റ് വെച്ച് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ഇടുക്കിയുടെ കേസ് പലരും ചോദിച്ചിരുന്നു, അതാണ് ആദ്യം പറയുന്നത്. ഇനി എറണാകുളത്തെ ജില്ലയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാണ്, വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എറണാകുളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എറണാകുളത്ത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 284 അഡ്വൈസ് പോയിട്ടുണ്ട്. 284. അതിൻ്റെ റേഞ്ച് ഓപ്പൺ കോമ്പറ്റീഷൻ 239 ആയിരുന്നു. ഈഴവ 244, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 എല്ലാവരും എടുത്തിട്ടുണ്ട്. മുസ്ലിം 283, LC or Anglo Indian 235, OBC 240, വിശ്വകർമ്മ 287, SIC നാടാർ 269, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടർ ക്രിസ്ത്യൻ 231, ധീവര 289. അങ്ങനെയാണ് ലെവൽ പോയത്. അതായത് 284 അഡ്വൈസാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്, അതായത് 31/5/2022 അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 26/5-ന് മെയ് 26 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് 19/5 വരെയുള്ള വേക്കൻസികൾ 13 വേക്കൻസിയുടെ റിപ്പോർട്ട് ചെയ്തു. അതാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതായത് മെയ് 26-നാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്നത്. അതിനുശേഷമുള്ള വേക്കൻസി റിപ്പോർട്ടിംഗ് എത്രയെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. ഫസ്റ്റ് അഡ്വൈസ് അന്ന് ജൂലൈ 4-നായിരുന്നു. മെയ് 31-ന് ലിസ്റ്റ് വന്ന് ജൂലൈ 4-ന്. ഇതാണ് എറണാകുളത്തിൻ്റെ കേസ്. എറണാകുളത്തെ കേസ് അതിന് മുമ്പത്തെ ലിസ്റ്റിൽ 473 അഡ്വൈസ് പോയതാണ് നോർമാണ്. 473 പോയതാണ് 284 കുറഞ്ഞത്. അത് കുറഞ്ഞതുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് ചിലപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് വരാം. അന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 391, ഈഴവ 396, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 27, ST ഓൾ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, LC or OA വിത്തിൻ OC ആയിരുന്നു. OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, വിശ്വകർമ്മ 376, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ഹിന്ദു നാടാർ എല്ലാവരെയും, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഇങ്ങനെയായിരുന്നു കേസ്. 473 അഡ്വൈസ് പോയിരുന്നത്. ഇത്തവണ 284. അതിനു മുമ്പ് ലിസ്റ്റ് 2012 ഇതിലുള്ള ലിസ്റ്റ് ഉണ്ട്. അതിനു മുമ്പത്തെ മൂന്നാമത്തെ ഇതിന് 2018 വന്ന ലിസ്റ്റിൽ അതിന് മുമ്പത്തെ ലിസ്റ്റിൽ 280 ആയിരുന്നു ടോട്ടൽ അഡ്വൈസ്. 280 അതിൻ്റെ ശേഷം 473 ആയി, അതിനുശേഷം 284 ആയി. ഇങ്ങനെയായിരുന്നു ലിസ്റ്റ്. അതായത് മാറി തിരിഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ അത് 284 ആയി കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനി കൂടിക്കൂടാ എന്നൊന്നുമില്ല എന്നാണ് ഞാൻ അതിലൂടെ പറയാം. അന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 197 ആയിരുന്നുള്ളൂ. ഈഴവ 210 ആയിരുന്നു. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 25, ST ഓൾ, മുസ്ലിം 304, LC or 290, ധീവര 179. ഇങ്ങനെയായിരുന്നു അതിന് മുമ്പത്തെ 2012 കേസ്. അപ്പോൾ നോക്കുമ്പോൾ എറണാകുളത്ത് ഇങ്ങനെ മാറി തിരിഞ്ഞു വരുന്നുണ്ട്. ഒരു കഴിഞ്ഞ തവണ 284 ആണ്, അതിന് മുമ്പ് 473 ആണ്, അതിന് മുമ്പ് 280 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചാണ് എറണാകുളത്ത് വരുന്നത്. ചിലപ്പോൾ ഈ തവണ ഡിവിഷൻ 4-ൻ്റെ പ്രശ്നങ്ങളൊക്കെ പല ജില്ലകളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് നിയമനം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് പലരും ആവശ്യപ്പെട്ട കോട്ടയം ജില്ലയുടെ കേസാണ്. കോട്ടയം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 202, 202 അഡ്വൈസാണ് കോട്ടയം ജില്ലയിൽ പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് 17/5/2022 ആ ലിസ്റ്റിൽ നിന്ന്. അതായത് മെയ് 17-ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 15 വേക്കൻസി അന്ന് ഫില്ലായി. അത് 12/5 വരെയുള്ള മെയ് 12 വരെയുള്ള വേക്കൻസിയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒരു 7 DA വേക്കൻസി അവിടെ അൺഫില്ലായിട്ട് കിടക്കുന്നുണ്ട് എറണാകുളത്ത്. അത് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും മിക്കവാറും ഫില്ല് ചെയ്യുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 157 വരെ പോയിട്ടുണ്ട്. ഈഴവ 216, 216, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ST അത് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ, മുസ്ലിം 184, LC or Anglo Indian 251, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, വിശ്വകർമ്മ 164, SIC നാടാർ 201, ഹിന്ദു നാടാർ എല്ലാവരും എടുത്തു. ഇതിനെയാണ് എറണാകുളത്തെ 202 ആയിരുന്നു. അതിന് മുമ്പത്തെ ലിസ്റ്റിൽ എറണാകുളത്ത് 305 ആയിരുന്നത് 202 കുറഞ്ഞു. അതിന് മുമ്പത്തെ ലിസ്റ്റിലും കുറച്ച് കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് തന്നെയാണ് കോട്ടയത്തിൻ്റെ അവസ്ഥ. ഓപ്പൺ കോമ്പറ്റീഷൻ 246 വരെ പോയിരുന്നു അതിന് മുമ്പത്തെ ലിസ്റ്റിൽ. ഈഴവ 249,
മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, LC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ കുറച്ച് കുറവാണ് കോട്ടയത്ത് വന്നിരിക്കുന്നതെന്ന് കാണാം. അതായത് 305 അഡ്വൈസ് പോയിരുന്നത് 202 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓപ്പൺ കോമ്പറ്റീഷൻ 157 വരെ റാങ്കുള്ളവർക്കാണ് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ തവണ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് കണ്ടറിയണം. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് മെയ് 17-നാണ്. മെയ് 17 അതിൽ പറഞ്ഞിരിക്കുന്നത് മെയ് 12 വരെയുള്ള വേക്കൻസിയാണത് ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അതായത് മെയ് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത കേസ് തൃശ്ശൂരിൻ്റെ കേസാണ്. തൃശ്ശൂരിൻ്റെ കേസിൽ കഴിഞ്ഞ അഡ്വൈസ് കുറച്ച് അത്യാവശ്യം ഭേദപ്പെട്ട അഡ്വൈസ് 395 അഡ്വൈസാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്. 395 പേര്. ഓപ്പൺ കോമ്പറ്റീഷൻ 324 വരെ, ഈഴവ 340, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST ഓൾ, വിശ്വകർമ്മ 390, OBC 326, LCRA ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ 436 വരെ. ഇങ്ങനെയാണ് അഡ്വൈസ്. 395 അഡ്വൈസ് അന്ന് പോയിട്ടുണ്ട്. 31/5/22 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ലിസ്റ്റ്. ഫസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് 2/7/22, അതായത് ജൂലൈ 2-ന്. മെയ് 31 വന്ന് ജൂലൈ 2-ന് വരെ. നമുക്കിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞാൽ സാറിന് അതിൽ വരേണ്ടതാണ്. ചിലപ്പോൾ ആഗസ്റ്റിൽ വന്ന സമയമുണ്ട്. അപ്പം ജൂലൈ ആഗസ്റ്റ്, ജൂൺ അവസാനം ജൂലൈ ആഗസ്റ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. അഡ്വൈസിൻ്റെ പ്രോസസ്സിങ് നടക്കണം. അതുവരെയുള്ള സമയം. ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് 10/4 മെയ് 10-നാണ്. 27/3 മാർച്ച് 27 വരെയുള്ള വേക്കൻസിയാണ് തൃശ്ശൂർ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതായത് അതിന് ശേഷമുള്ള കുറച്ച് വേക്കൻസി തൃശ്ശൂർ ഉണ്ടാവും എന്നർത്ഥം. മാർച്ച് 31 ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിലും മെയ് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി ഉണ്ടാവും. അവിടെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞ കാര്യം. അത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള പ്രോസസ്സിംഗ് നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ലിസ്റ്റിൽ നിന്നായിരിക്കും അപ്പോയിൻമെൻറ്റ് നടക്കുക. അതിന് മുമ്പത്തെ ലിസ്റ്റിൽ കുറവായിരുന്നു, താരതമ്യേന കുറവായിരുന്നു. 260 വേക്കൻസി ആയിരുന്നു ഫില്ല് ചെയ്തിരുന്നത്. കഴിഞ്ഞ ലിസ്റ്റിന് 395 അഡ്വൈസ് പോയിട്ടുണ്ട്. അന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 148 വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. SC ST ഫുള്ളായിട്ട് എടുത്തു. വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ഈഴവ 144, OBC 141, LC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 11. ഇങ്ങനെയായിരുന്നു അന്നത്തെ നില. 395 അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അതിന് മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് 260 അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു തുടർച്ച 300-ൻ്റെ റേഞ്ച് തന്നെ, 350 ആ റേഞ്ച് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഏതൊക്കെയാണ് റേഞ്ച് എന്നുള്ളത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അറിയാം. ഫസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ് രണ്ടാമത്തെ അഡ്വൈസ് കഴിയുമ്പോൾ എങ്ങനെയാണ് നിയമന നില വരുന്നത്, അതിൻ്റെ ഡിവിഷൻ്റെ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തൃശ്ശൂരിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വയനാട് ഡിസ്ട്രിക്റ്റാണ്. വയനാട് ഡിസ്ട്രിക്റ്റിൽ കഴിഞ്ഞ തവണ 106 അഡ്വൈസാണ് പോയിരിക്കുന്നത്. 106 അഡ്വൈസ്. വയനാട് താരതമ്യേന കുറഞ്ഞ അഡ്വൈസാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെയാണ് പലപ്പോഴും വയനാട്ടിൽ. അതിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാമെന്നല്ലാതെ അത് 106 അഡ്വൈസ്. ഓപ്പൺ കോമ്പറ്റീഷൻ 77, ഈഴവ 101, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ST ഓൾ, STയുടെ ഡീറ്റെയിൽസ് അറിവായിട്ടില്ല. മുസ്ലിം 86, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 190, OBC 90, വിശ്വകർമ്മ 229, SIUC നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ട് ലിസ്റ്റ് 98, ധീവര 126, ഹിന്ദു നാറ 279. ഇങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് മെയ് 23-ന് 12/5 മെയ് 12 വരെയുള്ള വേക്കൻസി ഫില്ല് ചെയ്തു. ലാസ്റ്റ് അഡ്വൈസിൽ 4 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് വയനാടിൻ്റെയും ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഏതാണ്ട് 14 ജില്ലയുടെയും ഡീറ്റെയിൽസ് ഏതാണ്ട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ഓരോ ജില്ലയിലും ഓരോ കാറ്റഗറിയിൽ എത്ര ആൾക്കാരുണ്ട്, EWS എങ്ങനെയാണ് സാധ്യത, ഓരോ കാറ്റഗറിയിലും എങ്ങനെയാണ് സാധ്യത വരുന്നത്, എത്രത്തോളം ഓരോ ലിസ്റ്റിൽ വരുന്നുണ്ട്, ഒരു റൊട്ടേഷൻ ചാർട്ട് ഞാനായി പ്രിപ്പയർ ചെയ്ത റൊട്ടേഷൻ ചാർട്ട് പ്രകാരം എങ്ങനെ വരുന്നു എന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. ഓരോ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് എത്തിക്കാം. പരമാവധി നിങ്ങളുടെ സംശയങ്ങൾക്ക് സാധ്യമായ രീതിയിൽ മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് ആവശ്യമുണ്ടെന്നുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പലർക്കും ആവശ്യമുണ്ടാവും, ഈ ഡാറ്റ പലർക്കും ആവശ്യമുണ്ടാവും, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കാമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.